ആരാടാ അത്? കള്ളനല്ല, കരുണനാ. ആ, താനാണോ? എന്താ ഈ വെളുപ്പാൻ കാലത്ത്? എന്റെ അനിയൻ എഞ്ചിനീയർ ആകാൻ പരീക്ഷ എഴുതിയിരിക്കുക. പത്രത്തിൽ നിന്ന് ഫലം വരും. ഓ, എങ്കിലത് അറിഞ്ഞിട്ടേ ഞങ്ങളും പോന്നുള്ളൂ. ആ, ബസ് പോയോ? കാരണം ഇല്ല. അല്ല, സമയം കഴിഞ്ഞല്ലോ. പോയിട്ടില്ല. 2 മണി മുതൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇന്ന് ഹരികൃഷ്ണന്റെ റിസൾട്ട് വരുന്ന ദിവസമാ. പത്രം ഇതുവരെ എത്തിയിട്ടില്ല. ആഹാ, എങ്കിലത് അറിഞ്ഞിട്ട് അടുത്ത ബസ്സിന് ഞാൻ പോകുന്നുള്ളൂ. നീ വെടിക്കെട്ട് കഴിഞ്ഞ് പറഞ്ഞ വഴിയാ? വെടിക്കെട്ട് എന്റെ ചങ്കിനകത്താ. ഹായ്, അതെന്ത് പറ്റിയിടാ? അനിയന്റെ പരീക്ഷാഫലം കാത്തു നിൽക്കാണ്. ആഹാ, അന്നെന്നത്തെ കച്ചവടം ഇവിടെ തന്നെ ആയിക്കളയാം. തോറ്റോന്നറിയാലോ. ശവം. ഇനി ഞാൻ ബില്ല് പത്രക്കാരൻ തന്നെ. ഒന്ന് വേഗം നോക്കിയടാ. ഇതില് നമ്പർ ഇല്ലല്ലോ. പത്രക്കാർക്ക് നീ തെറ്റുപറ്റിയായിരിക്കും. ഹരീഷിന്റെ ഫോട്ടോ റാങ്ക് ഉണ്ട്. 1ാം റാങ്കാ. എവിടെ? എനിക്കൊന്നും കാണാൻ പറ്റില്ല. അത് നിന്റെ കണ്ണ് നിറഞ്ഞട്ടാ. നമ്മുടെ ഹരിക്കുട്ടൻ ജയിച്ചടാ. നല്ല ഫസ്റ്റ് റാങ്ക് കിട്ടി ജയിച്ച്. ജയിച്ചടാ, റാങ്ക് കിട്ടി ജയിച്ച്. നോക്കടാ മരക്കൊടത്തിന്റെ ഫോട്ടോ. അമ്മ ഇതാ നോക്കിയേ. നാലഞ്ച് ഗുണ്ടെടുത്ത് കത്തിക്ക്. തെരുവ് നടുക്കട്ടെ. ഇതാ കോളനിക്കാര് പടക്കം പൊട്ടിക്കുന്നതാ. പടക്കം പൊട്ടിക്കുന്ന വിശേഷിച്ച് അയ്യോമാരുണ്ടാക്കിയ പടക്കം പൊട്ടുപോന്നറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്തായിരിക്കും. സൺമനസ് ഉണ്ട്, നീ എനിക്കൊരു ചായ താടി. അതിന് നേരം കാലൊന്നും വേണ്ടേ? എന്ത് ചായ കുടിക്കാനോ? അല്ല, ഞാൻ പടക്കം പൊട്ടിക്കുന്ന കാര്യം പറഞ്ഞത്. എന്നോട് പറഞ്ഞിട്ട് ചോദിച്ചാലെന്താ? എന്നിട്ട് വേണം അവന്മാര് ചിരട്ട കുണ്ടന്റെ നെഞ്ചാങ്കോട്ടേക്കിട്ട് പൊട്ടിക്കാൻ. അപ്പൊ നിനക്ക് സന്തോഷാവുമല്ലോ. എടി, അവരോട് ഉടക്കാൻ കൊള്ളില്ല, അടുക്കാൻ ഒട്ടും കൊള്ളില്ല. തല്ലിപ്പുളികളാ, തല്ലിപ്പുളികൾ. ഓ, ഞാൻ കക്കൂസി പോട്ടെ. നീ എവിടെ വരുന്നത്? പോയി ചായ ഇട്ടുണ്ടോ അടി. ഓ, രാത്രി കഴിച്ച സൂത്രം ശരിയായില്ല എന്ന് തോന്നുന്നു. സുഹൃത്തുക്കളെ, എയർപോർട്ട് ടാക്സി ഡ്രൈവേഴ്സ് അസോസിയേഷൻ ഇന്ന് അഭിമാനിക്കുന്ന ദിവസമാണ്. നമ്മുടെ ഇടയിൽ ഒരാൾ റാങ്ക് നേടിയിരിക്കുകയാണ്. രാത്രി കാലങ്ങളിൽ ടാക്സി ഓടിക്കും, പകൽ കോളേജിൽ പോയി പഠിക്കും, ബാക്കി കിട്ടുന്ന സമയങ്ങളിൽ കുലത്തൊഴിലായ പടക്കക്കച്ചവടം ചെയ്യും. ഇതിനുള്ള സമ്മാനമായി ഇന്ന് നമുക്ക് കിട്ടുന്ന ലോങ് ട്രിപ്പ് ഹരികൃഷ്ണനുള്ളതാണ്. കൂടാതെ എയർപോർട്ട് ടാക്സി ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ വക ചെറിയൊരു ഉപകാരം, കുഞ്ഞു മൊബൈൽ. കരുണ, ചായ കുടിച്ചിട്ട് മതി പണിയൊക്കെ. നീ പണിതട്ട് മതി ചായ കുടിക്കലൊക്കെ. നിന്നോട് ചൂടി ചായ വാങ്ങാനല്ലേ പറഞ്ഞു? വാങ്ങിച്ചപ്പോ നല്ല ചൂടായിരുന്നു. ഇതെന്താ കൂൾ ചായ? ആ, പുറത്തൊക്കെ നല്ല വെയിലല്ലേ, ഒരു കൂൾ ഡ്രിങ്ക്സ് ആയിക്കോട്ടെ എന്ന് കരുതി. പൊട്ടിക്കും ഞാൻ. ഇപ്പോഴോ? രാത്രിയല്ലേ വെടിക്കട്ടെ? നീ വല്ല വാചകം ഒന്നും അടിക്കണ്ട. 2 മണിക്കൂർ കൊണ്ട് ഫിനിഷ് ചെയ്യണം. ഇത് ഫിനിഷ് ചെയ്യാൻ 2 മണിക്കൂർ 2 സെക്കൻഡ് വരെ അല്ലേ? ആ, വന്നല്ലോ അമ്മ. കഞ്ഞിയും ചമ്മന്തി എത്തി. അപ്പൊ ചായയും കഞ്ഞിയും ചമ്മന്തിയും അടിക്കാം അല്ലേ? പടക്കപ്പോരയുടെ അടുത്ത് നിന്ന് അവിടെ ബീഡി വലിക്കുന്നത്. ഒട്ടേന്ന് വിരിഞ്ഞില്ല, അതിനുമുമ്പ് ബീഡി വലി തുടങ്ങി. വിശന്നിട്ടോ? ബീഡി വലിച്ചാ വിശപ്പ് മാറൂന്ന് കാരണന്മാര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചേടാ, ഇതൊരു പുതിയ അറിവാണല്ലോ. നമ്മുടെ കാരണന്മാര് ഇതൊന്നും പറഞ്ഞു തരില്ല. നിക്കടെ ഇവിടെ വന്നേ. എവിടെയാ നിന്റെ താമസം? ആൽത്തറയില. അതല്ലട മരംകൂട, നിന്റെ വീട് എവിടെയാന്ന്? എന്തിനാ എന്നെ കൊണ്ടേ ആക്കാനാ? വീട് പൊളിച്ച് മാറ്റി ഓടിട്ട് ടർസ് വാർക്കാൻ. നിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് 2 അമ്മ മാത്രമേ ഉള്ളൂ. അപ്പം അതിലിട്ടേണ്ടി വരും. അവർക്ക് എന്നെ കണ്ണെടുത്താ കണ്ടുകൂടാ. എന്താ അന്തയാ? അപ്പൊ കരണ്ടും വേണ്ട. ഇയാളെന്താ പൊട്ടനാ? ഇവനാള് കൊള്ളാടാ. നിന്നെ ഒറ്റ ഓട്ടത്തിൽ തന്നെ മനസ്സിലായി. ഈ തെണ്ടികൾ പറഞ്ഞു കൊടുത്തതായിരിക്കും. വെടിമരുന്നായിട്ട് തിരഞ്ഞിരിക്കല്ലോ. കഞ്ഞി എടുത്തു വെച്ചു. വാ, നീ വാടാ, കഞ്ഞി കുടിക്കാം. എനിക്ക് വേണ്ട. ഓസിനെ കഴിച്ച ശീലയില്ല. അതിന് നീ കഞ്ഞി ഇങ്ങനെ ഓസിട്ട് വലിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദേ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കഴിച്ചാ മതി. എനിക്ക് കഞ്ഞിയൊന്നും വേണ്ട. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു പണിതാ. നീ എന്ത് പണി ചെയ്യും? എന്റെ തണ്ടും തടിക്കനുസരിച്ച് എന്തും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിനക്ക് ആനയെ കൊണ്ട് പിണ്ടം തൂറിക്കാമോ? നീ ഒന്ന് ചുമ്മാരിടാ. ഇവൻ എന്നു പോലെ നമ്മുടെ പടക്കപ്പുരയുടെ വാച്ച്മാനാ. നീ ഇവനെ പടക്കത്തിന് തിരി കൂട്ടാനും പൊതിയാനൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കും. കരുണേട്ടാ, ഇയാള് പടക്കപ്പണിക്ക് ഇരുത്താൻ പോവാ. ഞങ്ങളുടെ സ്കൂളില് ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടിയായത്.
നേരാവടാ. സ്കൂളിൽ നിന്ന് ഉച്ചക്കഞ്ഞി കിട്ടും, മാസം 100 രൂപയും തരും. മാസം 100 രൂപ? ഇപ്പൊ പഠിക്കുന്ന പിള്ളേർക്ക് ശമ്പളം ഉണ്ടാ? സ്കൂളിൽ കുട്ടികൾ പറഞ്ഞപ്പോ മാഷന്മാരെ പണിയാതർക്ക് എന്നെ ശമ്പളത്തിൽ നിർത്തിയതാ. ഇവിടെ ജോലി കിട്ടിയ സ്ഥിതിക്ക് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്യാം. ഹേയ്, നീ പഠിപ്പൊന്നും നിർത്തണ്ട. സ്കൂളിലപ്പോഴൊക്കെ പൊയ്ക്കോ. വാ, കഞ്ഞി കുടിക്കാം. എന്റെ അമ്മ എന്തൊരു ആക്രാന്തം! ഇവന് വീട് മേടിച്ചു കൊടുക്കണ്ട ലാഭം. ഒന്ന് ചുമ്മാ ഇരടാ. നോക്കടി. ആ ഓലപ്പടക്കൊക്കെ എടുത്ത് മാറ്റി വെച്ചേരി, ഇല്ലെങ്കിൽ സമൂസയെന്നും പറഞ്ഞെടുത്ത് തിന്നോവൻ. വേഗം കൊണ്ടോ ഞാൻ തരാം. ഞാനും കൂടെ വരട്ടെ പൊട്ടിക്കാൻ. ഇതൊക്കെ പുള്ളകളി, നീ എടുക്കങ്ങടേ. നീ ഇവിടത്തെ വാച്ച്മാൻ അല്ലേ? തീപ്പൊരി ചേട്ടാ, ദീപരി, ആ മിറ്റക്കങ്ങോട്ട് അടിച്ചു കൊടുക്ക്. സ്വന്തം ജീവൻ കളഞ്ഞ് ചെറുക്കൻ രക്ഷിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അതിന് ഞാൻ ചത്തൊന്നുമില്ലല്ലോ. ചീറ്റിപ്പോയ പടക്കം പോലെ ഒരു വശം. ജീവനില്ലാത്തി കൈവച്ച് ഇവരെങ്ങനെ പോറ്റാനാ? പോരാത്തന്റെ ഒരു മെമ്പറും കൂടിയായി. ഒന്ന് പോയി തരാമോ എങ്ങടെങ്കിലും? എന്നെ എന്തിനാ രക്ഷിച്ച്? ഞാൻ ചത്തിരുന്നെങ്കിൽ ആർക്കൊരു നഷ്ടം ഉണ്ടാവില്ലായിരുന്നു. ഞാനിനി പഠിക്കാനൊന്നും പോണില്ല, കൂടെ തന്നെ നിന്നോളാം, എന്ത് പണിയും ചെയ്തോളാം. കണ്ടോടാ, ഇനി മുതല് ഇവനാണ് എന്റെ വലം കൈ. എന്റെ ഒരു കൈ പോയാലെന്താ, എനിക്കൊരു കുഞ്ഞനിയനെ കിട്ടിയില്ലേ? ഇന്നു മുതല് എന്റെ ഈ അമ്മയും പെങ്ങളും ഒക്കെ നിന്റെയും കൂടെ. നീ സ്കൂളിൽ ഒന്നാമനല്ലേ, ഇനി പഠിക്കണം. പഠിച്ചു വലിയ ആളാകണം. എന്നിട്ട് വേണോടാ തീപ്പരി എനിക്ക് പണിയെടുക്കാതെ ജീവിക്കാൻ. കരുണ, നിന്റെ കൂടെ എന്ന് ഞാൻ ഉണ്ടായിട്ടുണ്ട്. ഇനി പണിയെടുക്കാതെ ജീവിക്കാനാണെങ്കിൽ അതിന് ഞാൻ തയ്യാറാ. എന്താ വിശ്വസിക്കാൻ പറ്റണല്ലേ?